ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബംഗാളി റെസിപ്പിയുമായിട്ടാണ്. ദഹി ബംഗൻ, അതായത് നമ്മുടെ തൈരും വഴുതനയും ചേർത്തിട്ടുള്ള ഒരു കറി. എന്നാൽ നമുക്ക് വീഡിയോക്ക് കടന്നാലോ? ഇപ്പം ഞാൻ കറി ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത് ഒരു 4 വഴുതനങ്ങയാണ്, ഒരു മീഡിയം സൈസിലുള്ളത്. ഒരു വലുതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ. ഈ വഴുതനങ്ങ നമുക്ക് ആദ്യം തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഇതിനൊന്ന് നമുക്കൊന്ന് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. വല്ലാതെ ചെറുതാക്കി അരിയരുത്, ഈ ഒരു സൈസിലായിരിക്കണം അരിഞ്ഞെടുക്കുന്നത്. ഇനി നമുക്ക് ഈ വഴുതനങ്ങ ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ടുള്ള മസാല ഒന്ന് തയ്യാറാക്കാം. അതിലോട്ട് 1 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ഒന്ന് നന്നായി പുരട്ടി വെക്കാം. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിനുശേഷം നമുക്ക് വറുത്തെടുക്കാം. റെസ്റ്റ് ചെയ്യാൻ വെച്ച സമയം കൊണ്ട് നമുക്ക് 2-3 ഉള്ളി അരിഞ്ഞെടുക്കാം. അതിലേക്കൊന്ന് വറുത്തിടാൻ വേണ്ടിയിട്ടാണ്. കുഞ്ഞുള്ളി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനൊരു നോൺ സ്റ്റിക്ക് പാനാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിവിടെ നല്ല തണുപ്പായതുകൊണ്ടാട്ടോ വെളിച്ചെണ്ണ ഇങ്ങനെ ഇരിക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നല്ല ഫ്രൈ ആയിട്ട് കിട്ടണ്ട, ഒരു മീഡിയം ഫ്രൈ ആയാൽ മതി. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇത്രയും ഫ്രൈ ആയിട്ട് കിട്ടിയാൽ മതി. നമുക്കൊന്ന് എടുക്കാം. വഴുതനങ്ങയൊക്കെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് അളവിൽ തൈരാണ്. ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ട് ഞാൻ. ഒരു 1/4 സ്പൂണ് ഉപ്പ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ദഹി ബംഗൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് പുളി കുറഞ്ഞ തൈര് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. തൈരിലോട്ട് വറുത്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കാം. ഇനി നമുക്ക് വറുത്തിടാനായിട്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഒരു തണ്ട് കറിവേപ്പില, 1 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. 1 വറ്റൽമുളക് എടുത്തത് ഞാൻ ഒരു 1/4 സ്പൂൺ അളവിൽ മുളക് പൊടി ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. ഞാൻ അതിലോട്ട് വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകിൻ്റെ കൂടെ തന്നെ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്.
കടുകൊക്കെ പൊട്ടി ഉള്ളി ഇടാം. കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനിതാ മുളകും ചേർത്തിട്ടുണ്ട്. ഉള്ളിതാ വഴണ്ടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതേപോലെ 1/4 സ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. നമുക്കിതാ തൈരിലോട്ട് വറവ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ല റെസിപ്പിയാണിത്. അങ്ങനെ നമ്മുടെ ദഹി ബംഗൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.